ഹായ് ഗായസ് ഗലിപ്രോ എന്ന് വിളിച്ചാൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ്. 7 മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്നും വോട്ട് ചെയ്തതെന്നും കൂടെ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വാശിയേറിയ വോട്ടിംഗ് മത്സരമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 7 പേര് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ശക്തരാണ്. ആര് പുറത്തു പോകുമെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ മറക്കാതെ വോട്ട് ചെയ്യുക. അതോടൊപ്പം മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. 1ാം പൊസിഷൻ ഇപ്പോൾ തിരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. നേരത്തെ അനീഷിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചതിന് ശേഷം 15,677 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷൻ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് കിണഞ്ഞ് ശ്രമിക്കുകയാണ് അനുമോളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും അത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15,003 വോട്ട് നേടി 2ാം പൊസിഷൻ കൊണ്ട് തൃപ്തിയടെയാണ് അനീഷ്. 3ാം പൊസിഷനിൽ നൂറ് തന്നെ തുടരുന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് പ്രകടനം നൂറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ 12,450 നല്ലൊരു വോട്ട് നേടി 3ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. 4ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യൻ ഒരു ഘട്ടത്തിലും നൂറയെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയ്ക്കും കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 11,990 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിന് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവാണ് ഇപ്പോൾ കണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളിൽ ഇതിന് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അക്ബർ വീണ്ടും പിന്നിലേക്ക് പോകും. ഇപ്പോൾ 10,875 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിലേക്ക് സാബുമാൻ വീണ്ടും തിരിച്ചു കയറി വന്നിരിക്കുന്നതാണ് മറ്റൊരു അട്ടിമറി. നേരത്തെ നെവിനായിരുന്നു 6ാം പൊസിഷൻ കൈയടക്കി വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നെവിനെ അട്ടിമറിച്ചുകൊണ്ട് ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിൽ 9,650 വോട്ടിൽ 6ാം പൊസിഷൻ തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. 7ാം പൊസിഷനിൽ നെവിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. 9,215 വോട്ടാണ് നെവിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥികൾ ഒരാളാണ് നെവിൻ. ഏതായാലും ഇപ്പോൾ ഡേഞ്ചർ സോണായ 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. താങ്ക്